ഇന്ന് ഞാനും മനക്കയും കൂടെ ഒന്ന് പുറത്തു പോകാന്നോർത്തു. അലാം അടിക്കുന്നതിന് മുന്നേ എണീറ്റത് കൊണ്ട് ഞാനിങ്ങനെ റീലും നോക്കി കിടന്നു. അതാണല്ലോ ഒരു പതിവ്. പിന്നെ എല്ലാം ഷടപടേ എന്നായിരുന്നു. ഞാൻ പുതപ്പ് ഇങ്ങനെ മടക്കണത് എനിക്ക് മടിയുണ്ടായിട്ടല്ല. പുതപ്പ് പറഞ്ഞു പുതപ്പിന് ബോറടിക്കും മറ്റേ രീതിയിൽ മടക്കി വെച്ചാലെന്ന്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ മടക്കാറ്. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഒരു ഓവർനൈറ്റ് കേളിംഗ് മെത്തേഡ് ഇൻസ്റ്റാഗ്രാം നോക്കി പഠിച്ചിട്ടാണ് ഞാൻ ഉറങ്ങിയത്. അതുകൊണ്ട് രാവിലെ എണീറ്റപ്പോൾ എൻ്റെ മുടി ഇങ്ങനെ ഇരുന്നേച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? ഇനി കുറച്ച് സ്കിൻ കെയർ ആകാം. പണ്ടാരോ പറഞ്ഞതുപോലെ എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് മെനയാവണില്ലല്ലോ. എന്നാലും ഞാൻ ചെയ്യും. ഞാനൊരു സത്യം പറയട്ടെ, ഇത്രയും കൊല്ലങ്ങളായിട്ട് കണ്ണെഴുതിയിട്ടും രണ്ട് കണ്ണും ഒരേപോലെ എഴുതാൻ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. അതാ നിൽക്കുന്നു നമ്മുടെ കഥാനായിക. ഞങ്ങൾ കുറേ നാളായിട്ട് ഇതുവഴി എപ്പോൾ പോയാലും ഈ ഫോട്ടോ ബൂത്തിൽ കയറി ഫോട്ടോ എടുക്കുന്ന കാര്യം പറയും. പക്ഷേ ഇതുവരെ കയറിയിട്ടില്ല. എന്നാൽ പിന്നെ ഇന്ന് ഇവിടെ കയറാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് കൂടാതെ നമുക്കിങ്ങനെ ഫോട്ടോ കാർഡ്സ്, ഫോട്ടോ ഫ്രെയിംസ്, കീ ചെയിൻസ് ഒക്കെ വാങ്ങിക്കാനും കിട്ടും. ഇവിടെ മുകളിലും താഴെയുമായിട്ട് കുറേ കളേഴ്സ് റൂംസ് ഉണ്ട്. അപ്പോൾ ഓരോ റൂമിനും ഓരോ കളേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ താഴെ ആയതുകൊണ്ട് ഞങ്ങൾ താഴേക്ക് വന്നു. അനഘയ്ക്ക് പിന്നെ സൗന്ദര്യം ഒരു ശാപമായതുകൊണ്ട് കണ്ണാടി കണ്ടപ്പോൾ വെറുതെ വിട്ടില്ല. നമ്മൾ പൊതുവെ അങ്ങനെയാണ്, എവിടെ കണ്ണാടി കണ്ടാലും മുഖം നോക്കി നിൽക്കും. ഞങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വഴിയിൽ കൂടെ കിടക്കുന്ന ചെളി വെള്ളത്തിൽ വരെ മുഖം നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഇഷ്ടമുള്ള ആക്സസറീസ് ഒക്കെ ചൂസ് ചെയ്യാം കേട്ടോ. അവിടെ ചിംചിമിൻ്റെ ഹെയർ ബാൻഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഏകദേശം ഒരേപോലെയൊക്കെ തോന്നിക്കുന്ന സാധനങ്ങൾ എടുക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങളത് എടുത്തില്ല. എനിക്ക് 2 കൊമ്പിൻ്റെ കുറവുണ്ടെന്ന് പറയുന്നവർക്കായിട്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ പോയി. ഇങ്ങോട്ട് വരുന്ന വഴിയാണെങ്കിൽ വേറൊരു സംഭവം ഉണ്ടായി. എൻ്റെ കഴുത്തിൽ കുരിശിൻ്റെ ഷേപ്പുള്ള ലോക്കറ്റായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരു റൊമേനിയക്കാരൻ അയാളുടെ കൂടെ പള്ളിയിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശല്യമായിരുന്നു. എന്തോ ഭയങ്കര ക്രീപ്പി ആയിട്ട് തോന്നി. പിന്നെ അനഘേനെ മിസ്ഡ് കോൾ അടിച്ച് എന്നെ തിരിച്ച് വിളിപ്പിച്ച് ആ കോളും ചെയ്താൽ ഞാൻ അവിടെ നിന്ന് മുങ്ങിയത്. 7 യൂറോന് നമുക്ക് 2 ഫോട്ടോ കാർഡ്സ് കിട്ടും. അതായത് 2 പേര് പോയി കഴിഞ്ഞാൽ 2 പേർക്ക് ഓരോന്ന് വെച്ച് കിട്ടും. നമുക്കിങ്ങനെ ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ് ഒക്കെ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം ചൂസ് ചെയ്തത് ആ ഹാഫ് കട്ട് എന്നുള്ള മോഡലാണ്. ഇതിൻ്റെ ആകെയുള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പെട്ടെന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. അതൊരു പ്രശ്നമല്ല, അതാണ് ആക്ച്വലി അതിൻ്റെ ഒരു ഫൺ പാർട്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് പോസ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ തലയിലൊക്കെ എന്തെങ്കിലും മാറ്റി വെക്കണമെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് റെഡി ആവണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. ആ ഫോട്ടോയിൽ നമ്മുടെ തലയും കണ്ണൊന്നും കാണില്ല. അപ്പോൾ ലാസ്റ്റ് നമ്മൾക്ക് ഫൈനലായിട്ട് നമ്മളുടെ ഫോട്ടോ കാർഡ് കാണാൻ പറ്റും പ്രിൻ്റ് എടുക്കുന്നതിന് മുന്നേ. അപ്പോൾ അന്നേരം നമുക്ക് ഫോട്ടോസ് ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് റീടേക്ക് എടുക്കാം. റീടേക്ക് എടുക്കാൻ നേരത്ത് എല്ലാ ഫോട്ടോസും റീടേക്ക് ആവും. അപ്പോൾ നമുക്കിപ്പോൾ 1ാമത്തെയും 3ാമത്തെയും ഫോട്ടോസ് ഇഷ്ടമായെങ്കിൽ അതും റീടേക്ക് ആകും. അതിന് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാനിട്ടാണോ എന്ന് എനിക്ക് നല്ല സംശയമില്ലാന്നില്ല. ചിലപ്പോൾ അങ്ങനെയും ആവാം. എന്തായാലും ഞങ്ങൾ അങ്ങനെ 2 സെറ്റ് ഫോട്ടോ കാർഡ്സ് പ്രിൻ്റ് എടുത്തായിരുന്നു. ആദ്യം ഞങ്ങൾ ഓൾറെഡി ഹാഫ് കട്ട് എന്ന് പറഞ്ഞ മോഡലിൽ പ്രിൻ്റ് എടുത്തായിരുന്നു. അതിൽ 4 ഫോട്ടോസ് ഉണ്ടായത്. ഇതിൽ 6 ഫോട്ടോസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തം 8 ഫോട്ടോസിൽ നിന്ന് നമുക്ക് 6 ഫോട്ടോസ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്ത് അതും പ്രിൻ്റ് കൊടുത്തു. ഇതാട്ടോ ഞങ്ങളെടുത്ത ഫോട്ടോ കാർഡ്സ്. ഇതിൻ്റെ 2 കോപ്പി വീതം ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. പിന്നെ ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോ എടുക്കാതെ വിടില്ല. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസും എടുത്തു. ഈ കരടീനെ കണ്ടപ്പോൾ എവിടെയോ ഒരു മുഖച്ഛായ തോന്നുന്നില്ലേ? ഇത് ശരിക്കും ഞങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ്. അതായത് ഫോട്ടോസിന് ഫോട്ടോസ്. പിന്നെ അവിടെ ഇട്ടേക്കുന്ന പാട്ടുകളാണെങ്കിലും ഞങ്ങൾക്ക് പറ്റിയ പാട്ടുകളായിരുന്നു. എവിടെ നോക്കിയാലും BTSൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ടായതുകൊണ്ട് ഞാൻ അവിടെയും പോയി കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പാർക്കിൽ പോകാമെന്നോർത്തു. പാർക്കിൽ ചെന്നപ്പോഴാണെങ്കിൽ ഞങ്ങൾക്കൊരു പുതിയ ഫ്രണ്ടിനെയും കിട്ടി. പക്ഷെ ആ ഫ്രണ്ടിനെ കൂട്ടാതെ ഞങ്ങളൊരു ഗെയിം കളിച്ചു. 3, 2, 1 back. ഞാൻ പറഞ്ഞേ. സോറി.
സോറി ഉണ്ടാവുമായിരിക്കും, നമുക്ക് ബുദ്ധിയില്ലല്ലോ. അങ്ങനെ ശരി, അത് നമുക്ക് അന്നേരം ചിന്തിക്കാനില്ല. അങ്ങനെ ഒരു വാക്കില്ല, നമുക്കത് കാണിച്ചില്ല. അത് വേറെ. ഓക്കെ, ടി. എച്ച്. 3, 2, 1. ടൂത്ത്. 1. അടുത്തത് മേരിയ. അല്ല, നീ അണ്ണാന. അണ്ണ. അടുത്തത് ജി. ഓ. 3, 2, 1, ഗോ. ശരിയാണ്, ഇത്രയും ഞാൻ പറയില്ലേ, മീ വെച്ച് തുടങ്ങി ഞാൻ വെച്ച അവസാനിക്കും. പേരെന്താ? അടുത്തത് മേരി അല്ലേ? എൽ. ഇ. 3, 2, 1, ലവ്. തോന്നേ. ഓക്കെ, നിനക്ക് 2, എനിക്ക് 1. അടുത്തത് എസ്. ഓ. 3, 2, 1, സോ. ഓക്കെ, അത് കൂട്ടും. ഓക്കെ, അപ്പൊ ചോദിച്ചു എന്തുകൊണ്ടായത് പ്രാവുമഴയോ? ഓക്കെ, അയ്യോ, നമ്മൾ വിഷയത്തിൽ തന്നെ മാറും. ഞാൻ അടുത്തത് പി. അയ്യോ, ഒരക്ഷരം പറ. നീ വാക്കാലോചിച്ചിട്ടല്ലേ അക്ഷരം? അല്ല, മാച്ചിങ് ആയിട്ട് എന്തെങ്കിലും കിട്ടണ്ടത്. പി അല്ലേ പറഞ്ഞേ? ടി. 3, 2, 1, പോട്ട്. കെ. ഇ. 3, 2, 1, കൈറ്റ്. മാറി മറ്റേ സോൾമേറ്റ് ഗെയിം എന്തോ ആയി തോന്നുന്നു. അടുത്തത് ടി. എൽ. 3, 2, 1, ടിൽ. തലച്ചോറിന്റെ അകത്ത് എങ്ങാനും കേറി ചെറുതായിട്ട് എന്ത് കണക്ഷൻ തോന്നുന്നു. പൊത്തിപ്പിടിക്കാം. ഓക്കെ, പൊത്തിപ്പിടിക്കാം. അടുത്തത് സി. ടി. 3, 2, 1, ക്യാച്ച്. എന്തോ കുഴപ്പമുണ്ട്, ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത്. നമുക്ക് ടഫായിട്ട് വന്നിട്ട് കൊടുക്കാം. ടഫ്. ക്യൂ. അമ്മേ, ക്യൂ വെച്ചിട്ട് എനിക്ക് ആകെ 2 വാക്ക് അറിയുള്ളൂ. വേണ്ട. ഇ. 3, 2, 1, ക്വൈറ്റ്. ക്യൂ ഞാൻ അറിയിച്ചില്ല. ശരി, അടുത്തത് സെറ്റ്. എൽ. അയ്യോ, എന്തോട്ടെ. 3, 2, 1. സ്പെല്ലിംഗ് അറിയില്ല. അതൊന്നും അല്ല, അത് കൂട്ടണ്ട. അത് വെച്ചിട്ട് എനിക്കൊന്നും അറിയില്ല. സോറി. സെഡ് നല്ലല്ലേ? എല്ലാം വെച്ചൊക്കെ അവസാനിക്കും. അതെ, ചിലപ്പോ അവസാനിക്കും. ബുള്ള്. ബുള്ളോ? അല്ല, അവസാനിക്കും. തുടങ്ങും. ഓക്കെ, വേറെ. ബി. ഓ. 3, 2, 1, ബ്രാവോ. അത് സാധനം എനിക്കറിയത്തില്ല, ആരുടെ പേരാന്ന് തോന്നുന്നു. ഇല്ല, അത് മറ്റേ സാധനം. ഓക്കെ, ഇനി എത്ര? ഇനി നമുക്ക് ഒന്നും കൂട്ടുണ്ടായ ഞാനൊന്നും കൂട്ടിയില്ല. വീഡിയോ നോക്കി കൂട്ടേണ്ടി വരും. 2 കൂടെ പറയാം. എസ്. ടി. 3, 2, 1, സെറ്റ്. ഇനി അവനോടില്ലോ. ടി. എൽ. 3, 2, വേറെ വാക്ക്. ടീലെന്തോ ഉണ്ടായിരുന്നു, അത് വേണ്ട, വേറെ പറയാം. എന്നിട്ട് എന്ത് കിട്ടാനാ? നമുക്ക് അത്ര ബുദ്ധിയൊന്നും ഇല്ല. ശരിയാ, അതൊക്കെ ടഫായിട്ട് നോക്കുമ്പോ സെഡ് വെച്ചിട്ട് ഇല്ല.
പിന്നെ ജി. അത് നേരത്തെ പറഞ്ഞ. അത് ഞാൻ വേറെ പറയാം. എൽ. 3, 2, 1 ഗോൾ. എന്നിട്ട് അയ്യോ ശരി, ഗോള്. അങ്ങനെ ഗെയിം കളിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറേ വാക്കുകളൊക്കെ ഓർമ്മ വന്നു. അതെങ്ങനെയാണല്ലോ, വേണ്ട സമയത്ത് ബുദ്ധി വർക്കാവില്ല. ഇത് ഞങ്ങൾ റീലെടുത്തതിൻ്റെ വീഡിയോ ആയിട്ടേ കാണുന്നേ. അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ മന്തി വാങ്ങിക്കാനായിട്ട് സ്റ്റിൽ ഓർഗൻ വരെ പോകാമെന്ന് ഓർത്തു. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഒരു സായിപ്പ് വന്ന് എന്നോട് ചോദിച്ചു, ഡു യു നോ ടോണി? അപ്പം ഞാൻ ഓർത്തു, ആരായി ടോണി? എനിക്ക് ടോണീനൊന്നും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, നോ, ഹൂസ് ദാറ്റ്? അപ്പോൾ പുള്ളി പറഞ്ഞു, നീ ഇന്ത്യക്കാരിയല്ലേ, എന്നിട്ട് നിനക്ക് ടോണീനെ അറിയില്ല? അപ്പം ഞാൻ ഓർത്തു, ഇന്ത്യയിൽ ആരായി ടോണി? ഇനി എനിക്കറിയാത്ത ഏതെങ്കിലും ഫേമസ് ടോണിമാരുണ്ടോ? ചിലപ്പോൾ ഉണ്ടാവുമല്ലോ, കാരണം എൻ്റെ GK പൊതുവെ ഇത്തിരി പുറകിലേക്കാണ്. അപ്പോൾ പുള്ളി എന്നോട് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു, നീ ക്രിക്കറ്റ് കാണാറുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, വല്ലപ്പോഴും. അപ്പോൾ പുള്ളി വീണ്ടും, നീ ഇന്ത്യക്കാരിയല്ലേ, എന്നിട്ട് നീ ക്രിക്കറ്റ് കാണാറില്ല? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ കാണാറില്ല. അത് കഴിഞ്ഞ് ഈ ഡോട്ട്സ് ഒക്കെ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് പുള്ളി ചോദിച്ചത് ധോനീനെ ആയിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, MS ധോനി? അപ്പോൾ പുള്ളി പറഞ്ഞു, യെസ്, MS ധോനി, ഐ എം എ ബിഗ് ഫാൻ. അപ്പോഴെനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്, ഇവരുടെ ടോണിയാണ് നമ്മുടെ ധോനി. ഞങ്ങൾ പിന്നെ തിരിച്ചു വന്ന് ആദ്യം ഫോട്ടോ എടുത്ത് അവിടെ നിന്ന് ഒരു ബബിൾ ടീം വാങ്ങി വീട്ടിൽ പോയി.